ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിമ്പിൾ ഹിന്ദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർവനാം എന്ന ടേമാണ്. സർവനാം ക്യാ ഹെ, സർവനാം കിतने प्रकार के हैं, आज हम इसके बारे में अध्ययन करेंगे. पिछले क्लास में संज्ञा क्या है और संज्ञा के कितने भेद है ये सब कुछ पढ़ चुका है. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യ എത്രയുണ്ട്, അതിൻ്റെ എത്ര ഭേദം മതലബ് എത്ര കാറ്റഗറി ഉണ്ട്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അത് സർവനാം यानी प्रोनाउन. सर्वनाम संज्ञा के बदले आने वाले शब्द को सर्वनाम कहते हैं. സംജ്ഞ എന്ന് പറഞ്ഞാൽ നൗണ് അല്ലെ, നൗണിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദത്തെയാണ് സർവനാമം എന്ന് പറയുന്നത്. The word which you use instead of noun is known as pronoun. ഒരു വേർഡിന് പകരം ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്, അതാണ് എന്ത്, സർവനാമം. ഉദാഹരണം മേ, തും, ആപ്, ഹം, യേ, വ, വേ, യേ, തു, അതുപോലെ ജോ, കോയി, ഇതൊക്കെ സർവനാമിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. संज्ञा के स्थान पर प्रयुक्त होने वाले शब्द को സർവനാം कहते हैं. നമ്മൾ നേരത്തെ പറഞ്ഞതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞു അല്ലെ, സംജ്ഞാക്കെ സ്ഥാന പർ, സംജ്ഞ സ്ഥിതി ചെയ്യുന്ന, നൗൺ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന മറ്റൊരു ശബ്ദമാണ് സർവനാം. संज्ञा की पुनरुक्ति न करने के लिए या पुनरुक्ति रोकने के लिए സർവനാം का प्रयोग किया जाता है. സംജ്ഞയുടെ പുനരുക്തി, എന്താ പുനരുക്തി എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നത്, ആവർത്തനം. സംജ്ഞ ആവർത്തിക്കുന്നത് തടയുന്ന ആളാണ് ആര്, സർവനാം. ഉദാഹരണത്തിന് ഡോക്ടർ APJ अब्दुल कलाम भारत के राष्ट्रपति थे. डॉक्टर APJ अब्दुल कलाम का जन्म तमिलनाडु के रामेश्वरम में हुए थे. डॉक्टर APJ अब्दुल कलाम मिसाइल मैन ऑफ इंडिया के नाम से जाने जाते थे. डॉक्टर APJ अब्दुल कलाम मशहूर वैज्ञानिक है. इत्रയും പറയുന്ന സമയത്ത് इन सारे शब्दों में नाउन यानी डॉक्टर APJ अब्दुल कलाम जो नाउन है उसकी पुनरुक्ति हुई है, पुनरावृत्ति हुई है. तो ये सुनने में अच्छा नहीं लगता है. तो ये पुनरुक्ति रोकने के लिए हम क्या करते हैं, एक संज्ञा शब्द का प्रयोग करते हैं. जैसे डॉक्टर APJ अब्दुल कलाम भारत के राष्ट्रपति थे. उनका जन्म, അദ്ദേഹത്തിന്റെ ജന്മം അല്ലെ, उनका जन्म तमिलनाडु के रामेश्वरम में हुए थे. वे भारत के जाने माने वैज्ञानिक रहे थे. ഇത്തരത്തില് പകരം ശബ്ദം ഉപയോഗിച്ച് സംജ്ഞയുടെ ആവൃത്തി തടയുന്നു ആര്, സർവനാമം. വ്യാകरण में सर्वनाम एक विकारी शब्द है. എന്താണ് വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ, വികാരി मतलब विकार होने वाले शब्द. विकार होने का मतलब क्या है, മാറ്റം വരുന്നത്. विकारी शब्द के रूप में हम 4 शब्दों को पढ़े हैं. जैसे संज्ञा, സർവനാം, വിശേഷൺ, ക്രിയ. ഈ പറയുന്ന 4 എണ്ണത്തിലും മാറ്റം സംഭവിക്കും. ഇപ്പൊ സംജ്ഞ എടുക്കുക, മേ जो शब्द है संज्ञा में जिसमें विकार आती है ना, मैं, मुझे, मुझसे, मेरा, मेरे, तुम, तुमको, तुम्हें. അതുപോലെ വഹ എടുത്താൽ ഉസ്ക, ഉസ്കെ, ഉസ്കി, ഇങ്ങനെ മാറ്റം വരുന്നുണ്ട്. तो इनको क्या कहते हैं, हम विकार शब्द कहते हैं. സർവനാം के भेद എന്ന് പറഞ്ഞാൽ അത് എത്ര തരത്തിലുണ്ട്, എത്ര കാറ്റഗറി ഉണ്ട്. സർവനാം के 6 प्रकार के भेद है या सर्वनाम 6 प्रकार के हैं. पुरुषवाचक सर्वनाम, निजवाचक सर्वनाम, अनिश्चयवाचक सर्वनाम, संबंधवाचक सर्वनाम, പ്രശ്നവാചക സർവനാം, നിജവാചക സർവനാം. ഇങ്ങനെ 6 തരത്തിലുള്ള സർവനാമങ്ങൾ, പ്രോനൗണുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. पुरुषवाचक सर्वनाम, जिस सर्वनाम का प्रयोग वक्ता या लेखक द्वारा स्वयं अपने लिए अथवा किसी अन्य के लिए किया जाता है वो पुरुषवाचक सर्वनाम कहलाता है. जिस सर्वनाम का प्रयोग, ഏത് സർവനാമമാണോ വക്ത യാ ലേഖക്, വക്ത എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ, സ്പീക്കർ, ലേഖ മതലബ് റൈറ്റർ, പറയുന്ന ആള് അല്ലെങ്കിൽ എഴുതുന്ന ആള്, സ്വയം അപ്പിനെ ലിയെ, തനിക്ക് വേണ്ടി സ്വയം ഉപയോഗിക്കുന്നു. അതുപോലെ കിസി അന്യക്ക് ലിയെ, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില സർവനാമങ്ങളുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, പുരുഷവാചക സർവനാമം എന്ന് പറയുന്നത്.
പുരുഷവാചക സർവനാം 3 പ്രകാർ കെ ഹെ. പുരുഷവാചക സർവനാമത്തെ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഉത്തം പുരുഷവാചക സർവനാം, മധ്യം പുരുഷവാചക സർവനാം, അന്യ പുരുഷവാചക സർവനാം എന്നിങ്ങനെ. ഉത്തം പുരുഷവാചക സർവനാമില് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉത്തം പുരുഷ വാചക സർവനാം? जिस सर्वनाम का प्रयोग बोलने वाला स्वयं के लिए करता है उसे उत्तम पुरुषवाचक സർവനാം कहता है या कहा जाता है. ഏത് സർവനാമമാണോ പറയുന്നയാൾ സ്വയം തനിക്കു വേണ്ടി ഉപയോഗിക്കുന്നത് അതിനെയാണ് ഉത്തം പുരുഷ വാചക സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണം മേ, ഹം, അതിന്റെ വകഭേദങ്ങളായ മുജെ, ഹമാര. നമ്മൾ ഇംഗ്ലീഷ് ഇതിനെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. രണ്ടാമത്തത് മധ്യം പുരുഷവാചക സർവനാം. ജിസ് സർവനാം കാ പ്രयोग ബോൽനെ വാല ശ്രോതാ കെ ലിയെ കരെ. അതായത് ഞാനിപ്പോ നിങ്ങളുമായിട്ട് സംസാരിക്കും, നമ്മൾ രണ്ടുപേരും, ഞാനും നിങ്ങളും അടുത്തടുത്തുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അതെന്താ ഫസ്റ്റ് പേഴ്സൺ, നിങ്ങൾ കേൾക്കുന്നു അല്ലെ, നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ, അതാണ് മധ്യം പുരുഷവാചക സർവനാം. അപ്പൊ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ചില സർവനാമങ്ങൾ ഉപയോഗിക്കും. ചിലപ്പോൾ ചോദിക്കും, അല്ല നീ എന്താ അങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്, താങ്കൾ എന്താ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ഇടക്കിടക്ക് ശബ്ദങ്ങൾ ഉപയോഗിക്കും അല്ലെ. അപ്പോൾ ബോൽനെ വാല പറയുന്നയാള് തൊട്ടടുത്ത് മുമ്പിൽ വെക്കുന്ന ആൾക്ക് ഉപയോഗിക്കുന്ന ചില സർവനാമങ്ങളുണ്ട്. അതിനെയാണ് എന്തു പറയുന്നത്? സെക്കൻഡ് പേഴ്സണിൽ വരുന്ന സർവനാമങ്ങൾ, അതായത് മധ്യം പുരുഷവാചക സർവനാമം എന്ന് പറയാം. ജയ്സേ തും, തു, ആപ്പ്, പിന്നെ അതിന്റെ വകഭേദങ്ങളായ തുജെ, ആപ്ക അല്ലെങ്കിൽ തുമാര, അതൊക്കെ വരും. മൂന്നാമത്തത് തേർഡ് പേഴ്സണിൽ വരുന്നത്, അതായത് തേർഡ് പേഴ്സൺ എന്ന് പറയും ഇംഗ്ലീഷിൽ, अन्य पुरुषवाचक सर्वनाम. जिस सर्वनाम का प्रयोग बोलने वाला श्रोता के अतिरिक्त किसी अन्य पुरुष के लिए करे उसे अन्य पुरुषवाचक സർവനാം कहते हैं. അതായത് ബോൽനെ വാല പറയുന്ന ആള്, കേൾക്കുന്ന ആളുണ്ട്, ഇവരെ രണ്ടാളെ കൂടാതെ ഒരു അന്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ ഉണ്ടാവും. ഉദാഹരണം അവൻ എന്തു ചെയ്തു, അല്ലെങ്കിൽ ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്. നമുക്കിപ്പോൾ അടുത്തുള്ള ആളെയും പറയാം, ദൂരെയുള്ള ആളെയും പറയാം അല്ലെ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ, അതായത് ഫസ്റ്റ് പേഴ്സണും അല്ല സെക്കൻഡ് പേഴ്സണും അല്ല, അതിൽ പെടാത്ത തേർഡ് പേഴ്സണെയാണ് ഏത് പറയുന്നത്? അന്യ പുരുഷവാചക സർവനാമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിശ്ചയവാചക സർവനാം. जो सर्वनाम किसी व्यक्ति, वस्तु आदि की ओर निश्चय पूर्वक संकेत करे वे निश्चयवाचक സർവനാം कहलाते हैं. ഏത് സർവനാമമാണോ ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ അതിന്റെ സാന്നിധ്യം കൃത്യമായിട്ട് ചൂണ്ടിപ്പറഞ്ഞ് കാണിക്കാൻ ഉപയോഗിക്കുന്നത്, അത്തരത്തിലുള്ള സർവനാമങ്ങളെ നിശ്ചയവാചക സർവനാമം എന്ന് പറയും. യ, വ, വേ, യെ ഇത്തരത്തിലുള്ളത്. സർവനാം शब्द किसी विशेष व्यक्ति का निश्चय पूर्वक बोध करा रहे हैं, अतः ये निश्चयवाचक സർവനാം है. അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. യേ പുസ്തക് സോനി കി ഹെ. ഈ പുസ്തകം, ഒരു പുസ്തകം ഇവിടെ കാണിച്ചിട്ടാ പറയുന്നത് അല്ലെ. ഈ പുസ്തകം സോണിയുടേതാണ്. യേ പുസ്തകേ റാണി കി ഹെ, അത് അതിന്റെ ബഹുവചനം തന്നേ ഉള്ളൂ. ഫിർ സഡക് പർ കോൻ ആ രഹാ ഹെ, ആ റോഡിലൂടെ ആരാണ് നടന്നു വരുന്നത്. അവിടെ കൃത്യമായിട്ട് ആ റോഡ് എന്ന് ചൂണ്ടിക്കാണിച്ചു പറയുന്നുണ്ട്. നിശ്ചയമായിട്ടൊരു സാധ്യത പറയാൻ പറ്റും. അത്തരത്തിൽ പറയുന്ന സർവനാമങ്ങളാണ് നിശ്ചയവാചക സർവനാം എന്ന് പറയുന്നത്. അതിന് നേരെ എതിർ വരുന്ന ഒരു സർവനാമാണ് അനിശ്ചയവാചക സർവനാം. जिन सर्वनाम शब्दों के द्वारा किसी निश्चित व्यक्ति अथवा वस्तु का बोध न हो, അല്ലെ, ഒരു സർവനാമത്തിലൂടെ നിശ്ചിതമായ വ്യക്തി അതുപോലെ തന്നെ വസ്തുവിന്റെ നമുക്ക് കാണിച്ചു തരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യ ബോധം നമുക്ക് തരുന്നില്ലെങ്കിൽ അനിശ്ചയവാചക സർവനാം कहलाते हैं. അതിനെയാണ് അനിശ്ചയവാചക സർവനാം എന്ന് പറയാം. ഉദാഹരണം കോയി और कुछ ആദി സർവനാം ശബ്ദം. കോയി ആരോ, കുച്ച് കുറച്ച്, അല്ലെങ്കിൽ എത്ര എന്നുള്ള അറിയാത്തൊരു, ഡെഫിനറ്റ് ആയിട്ട് അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് അനിശ്ചയവാചക സർവനാം ഉപയോഗിക്കുക. ഇൻസെ കിസി വിശേഷ വ്യക്തി അഥവാ വസ്തു കാ നിശ്ചയ നഹി ഹോ രഹാ ഹൈ. അല്ലെ, കോയി അല്ലെങ്കിൽ കുച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായ അല്ലെങ്കിൽ ഒരു വിശേഷപ്പെട്ട ഒരു വ്യക്തിയുടെയോ
വസ്തുവിൻ്റെയോ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ബോധം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള അഥഹ ഏസേ ശബ്ദ് അനിശ്ചയവാചക സർവനാം കഹലാത്തെ. ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനിശ്ചയവാചക സർവനാം എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ദ്വാർ പർ ഖോയി കടാഹെ. ദ്വാർ, വാതിൽ, പടിവാതിൽ. ആരോ വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് അല്ല ആരാ പുറത്ത് വന്ന് നോക്കിയാട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ആരോ വന്നിട്ടുണ്ട്, അറിയാത്ത ആള്. അപ്പൊ അങ്ങനെയുള്ള പദങ്ങളെയൊക്കെയാണ് ആരോ, കോയി, കുച്ച്. इस प्रकार के शब्दों को हम क्या कहते हैं? इस प्रकार के शब्दों को हम अनिश्चयवाचक सर्वनाम कहते हैं. अगला है संबंधवाचक सर्वनाम. പേരിൽ തന്നെ എന്തോ ഉണ്ട് അല്ലെ, സംബന്ധ मतलब जो रिश्ता को बताने वाले, रिलेशनशिप को बताने वाले. परस्पर संबंध बताने के लिए, പരസ്പര മ്യൂച്വൽ ആയിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ജിൻ സർവനാമവും കാ പ്രയോഗ ഹോത്താ, ഏത് സർവനാമമാണോ ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള സർവനാമങ്ങളെയാണ് സംബന്ധവാചക സർവനാമം എന്ന് പറയാം. ഉദാഹരണം ജോ വഹ്, അവിടെ കോമ അധികമായിട്ടുണ്ട്, അതാണ് ജോ വഹ്, ജിസ്കി ഉസ്കി, ജേസ വേസ, ഇങ്ങനെയുള്ള പദങ്ങൾ. ഉദാഹരണം ജോ ബാത്ത് ഉസ്നെ കി വോ കർക്കെ ബത്താദി. ഏതു കാര്യമാണോ അവൻ പറഞ്ഞത്, അപ്പൊ ഏത് എന്നുള്ള സാധനത്തിനെ കണക്ട് ചെയ്യാൻ വർക്ക് കറക്കെ ദി, അത് അവൻ ചെയ്ത് കാണിച്ചു അല്ലെ. ജോ വഹ്, അതാണ് അവിടെ കണക്റ്റ് ആയിട്ട് സംബന്ധമായിട്ട് വരുന്ന കാര്യം. ജോ മനുഷ്യ സത്യ കഹത്താ ഹെ വ കിസി സെ നഹി ഡർത്ത. ജോ മനുഷ്യ, അപ്പോ ജോ മനുഷ്യ എന്നുള്ള കണക്ട് ചെയ്താനാണ് വ കിസി സെ നഹി ഡർത്ത എന്ന് പറയുമ്പോൾ വഹ് ഉപയോഗിച്ചത്. അടുത്തതായി വരുന്നത് പ്രശ്നവാചക സർവനാം. പ്രശ്നവാചക तो उसमें से हमें थोड़ा कुछ मालूम हो जाता है. प्रश्न यानी सवाल, क्वेश्चन. तो क्वेश्चनुമായി ബന്ധപ്പെട്ട സർവനാമം. जो सर्वनाम संज्ञा शब्दों के स्थान पर भी आते हैं और वाक्य को प्रश्नवाचक भी बनाते हैं. ഒരു സർവനാമം സംഖ്യയുടെ പകരം വരും, പക്ഷെ അത് വന്നാൽ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പായിട്ട് തോന്നും നമുക്ക്. അത്തരത്തിലുള്ള സർവനാമങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? പ്രശ്നവാചക സർവനാമം എന്ന് പറയുന്നത്. ജൈസെ ക്യാ, കോൻ ആദി. ക്യാ എന്ത്, അല്ലെങ്കിൽ ആര്, കോൻ എന്ന് പറയുന്ന ആര്, ഇതൊക്കെയാണ് ഇത് പ്രശ്നവാചക വരുന്നത്. ഉദാഹരണം തുമാരെ ഗർമേ കോൻ ആയ ഹെ, നിന്റെ വീട്ടിൽ ആരാണ് വന്നത് അല്ലെ. അപ്പോൾ അവിടെ സഖ്യക്ക് പകരം കോൻ എന്നുള്ള വേർഡ് വന്നു, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയത്. ദില്ലീസെ ക്യാ മാങ്കുന ഹെ, ദില്ലിയിൽ നിന്ന് എന്താണ് വാങ്ങേണ്ടത്. ദില്ലീസെ പെൻ മാങ്കുനാഹെ എന്ന് പറയുമ്പോൾ അവിടെ ആ പെൻ എന്താണ്, നൗണാണ്. അപ്പൊ ആ പെന്നിന് പകരം എന്ത് എന്ന് വരാൻ വേണ്ടിയിട്ട് അല്ലെ അവിടെ ക്യാ ഉപയോഗിച്ചു. അപ്പൊ ആ അങ്ങനെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രശ്നവാചക സർവനാമം എന്ന് പറയുന്നത്. അടുത്തത് നിജവാചക സർവനാം. നിജവാചക സർവനാം, നിജ് സ്വയം എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട് അവിടെ. നോക്കാം നമുക്ക്. ജഹാ സ്വയം കേലിയെ ആപ്പ്, അപ്പിന അഥവാ അപ്പിനെ ആപ്പ് शब्द का प्रयोग हो. അവിടെ അപ്പിനെ എന്ന് വെച്ചാൽ കോമല്ല, അപ്പിനെ ആപ്പ് എന്നാണ് കേട്ടോ. അപ്പിനെ ആപ്പ് शब्द का प्रयोग हो वह निजवाचक सर्वनाम होता है. അവിടെ വഹാം നിജവാചക എന്നല്ല, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അതായത് സ്വയം എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആപ്പ്, അപ്പിന അല്ലെങ്കിൽ അപ്പിനെ ആപ്പ് ശബ്ദങ്ങൾ ഉപയോഗിക്കും. അത്തരത്തിലുള്ള പദങ്ങളെയാണ് എന്തു പറയുന്നത്? നിജവാചക സർവനാം എന്ന് പറയുന്നത്. ഇനി അപ്പിന ഒരു ആപ്പ് ശബ്ദ उत्तम पुरुष, मध्यम पुरुष और अन्य पुरुष के अपने आप का ज्ञान करा रहे हो यह शब्द है जिन्हें निजवाचक सर्वनाम कहते हैं. ഇവിടെ ആപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? താങ്കൾ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് എന്താ? സ്വയം എന്നുള്ള അർത്ഥത്തില് അർത്ഥം തരുന്ന പദങ്ങളാണ്. ആ രീതിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നിജവാചക സർവനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കൊടുത്തിട്ട് കാണാം, ജഹാം ആപ് ശബ്ദ കാ പ്രयोग ശ്രോതാ के लिए हो वहां यह आदर सूचक मध्यम पुरुष होता है. ഇപ്പൊ ആപ്പ് എന്നുള്ള ആപ്പ് എന്നുള്ള വേർഡ് എന്താ? ശ്രോതാവിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ആപ്കാ നാം ക്യാ ഹെ അല്ലെ, അത് സെക്കൻഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ആദർ സൂചകമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. और जहां आप शब्द का प्रयोग अपने लिए हो वह निजवाचक होता है. ആപ്പ് എന്നുള്ള വേർഡ് നമ്മൾ സ്വന്തം ഉപയോഗിക്കുമ്പോൾ, അത് നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ നിജവാചകം എന്ന് പറയാം.
സെക്കൻഡ് പേഴ്സണിലല്ല എന്ത് വരുന്നത്, നിജവാചകം വരുന്നത്. അതെപ്പോഴും നമ്മൾ സ്വയം അപ്പിനെ ആപ് കേലിയെ നമുക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നിജവാചക സർവനാമാകുന്നത്. ഉദാഹരണം, രാം അപ്പിനെ ദാദാക്കോ സംജാത്ത അല്ലെ, രാം അപ്പിനെ ദാദാക്കോ, രാം തൻ്റെ മുത്തശ്ശനെ എന്ന് പറയുന്നു. ശ്യാം ആപ്പ് ഹി ദില്ലി ചലികെ, ശ്യാം സ്വയം ഡൽഹിയിലേക്ക് പോയി. രാധ അപ്പനി സഹേലിക്ക് ഘർ ഗയി, രാധ തൻ്റെ കൂട്ടുകാരിയുടെ, അവളുടെ സ്വന്തം കൂട്ടുകാരിയുടെ, ഇവിടെ ഒരു എന്താ ഐ ഫീലിംഗ് വരുന്നത്. അങ്ങനെ വരുന്ന രീതിയിൽ ആപ്പ് ഉപയോഗിക്കുമ്പോഴാണ് അതിനെയാണ് നിജവാചക സർവനാമം എന്ന് വിളിക്കുന്നത്. സീതാനെ അപ്പന മകാൻ ബേച്ച് ദിയ, സീത തൻ്റെ വീട് വിറ്റു.